സിറ്റി കളക്ഷൻസിൻ്റെ ബ്യൂട്ടി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കാരണം ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊന്നും തിരിച്ച് വളരെ കുറഞ്ഞ മുടികൾ, ഇത്തരം മുടികളെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും, ഇത്തരം മുടികളെ എങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ പലരും വെട്ടി കയറി ഒരുവിധം അങ്ങ് മേലെ എത്തിപ്പോയി. ഇനി വെട്ടാൻ കഴിയില്ല, അവർ വെട്ടാൻ പാർലറിൽ പോകാൻ മടി, ഇനി ഇത് വെട്ടിയാൽ എന്താവും സ്ഥിതി, ഫ്രണ്ടിലേക്ക് നോക്കി. അപ്പോൾ വളരെ കുറഞ്ഞ ഇത്തരം മുടികൾ ഇതിനെ എങ്ങനെ എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ. സാറേ, ഞങ്ങൾക്ക് തോനെ മുടികളൊക്കെ വെട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. ഇത്തരത്തിലുള്ള തീരെ മുടിയില്ല, അതെ ഉള്ളില്ല, എല്ലാം കൊഴിഞ്ഞു പോകുന്ന ആളുകൾ അത്തരം വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർലറിലേക്ക് വരാൻ മടിയാണ്. കാരണം ഞങ്ങൾ ഇനിയും മുടി ഇല്ലാതെയായി പോകുമ്പോൾ പേടി വരിക. ആ ഭയം മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മുടികൾ നിങ്ങൾ വലിയ അഭ്യാസങ്ങളൊന്നും ചെയ്യാതെ പരീക്ഷൺ സാർ വരുന്ന ചെറിയ ടെക്നിക്സുകൾ പഠിക്കാം. സിറ്റി കളക്ഷൻസ് ഇത്തരത്തിലുള്ള പരിപാടികളായിട്ട് ഇനി ഒരുപാടുണ്ടാവും. നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ആർട്ടിസ്റ്റുകളെ മേക്കപ്പ് രീതിയിലായാലും ശരി, അതേപോലെ തന്നെ നമ്മുടെ ഹെയർ കട്ടിലായാലും ശരി, ടാറ്റു ഡിസൈനായാലും അവരൊക്കെ ഞങ്ങളെ പ്ലാറ്റ്ഫോമിലൂടെ വളരും. ഞങ്ങളുണ്ടാവും, ഹരികൃഷ്ണൻ സാറുണ്ടാവും. എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈഫിൽ തന്നെ കൂടെയുള്ളവരെ ഒപ്പം വളർത്തിയെടുക്കുന്നത്. ഞങ്ങൾ മാത്രം വളരുന്നില്ല, ഞങ്ങൾ ഒപ്പമുള്ള ആളുകളെ കൂട്ടി കൊണ്ടുപോകുന്നു. 2 ദിവസമോ 4 ദിവസമോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ കഴിഞ്ഞ് ഏതെങ്കിലും കുപ്പത്തോട്ടിലിട്ട് അവർ മാറ്റി നിർത്തുന്നതല്ല. എവിടെ നിന്ന് കൂടെ തുടങ്ങി അവിടെ വരെ ഉണ്ടാവും ഞങ്ങൾ. അതാണ് സിറ്റി കളക്ഷൻസ്. ഇപ്പോഴും ഞങ്ങൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിൽ ഈ കോസ്മെറ്റിക്സ് രംഗത്ത് അല്ലെങ്കിൽ പാർലർ രംഗത്ത് നമ്പർ 1 നിൽക്കുന്നതിന് ഏത് നിങ്ങൾ പഴയകാല ബ്യൂട്ടീഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലും സിറ്റി കളക്ഷൻസിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവില്ല, ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയാത്തവരുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. ഞങ്ങൾ ഷോ കാണിക്കുന്നവരല്ല കേട്ടോ, ഷോ കാണിക്കുന്നവരൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഷോ ഉള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അത്യാവശ്യം കുടുംബമായി നല്ല വർക്കുകൾ ചെയ്ത് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒത്തിരി ബ്യൂട്ടീഷ്യൻസ് ഉണ്ട്. അവരൊക്കെയാണ് അവരുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ബ്യൂട്ടീഷ്യൻസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ടെക്നിക്സുകൾ. ഹരികൃഷ്ണൻ സാറിൻ്റെ ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സിറ്റി കളക്ഷൻസിൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എന്ത് വർക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങളുടെ സംശയം, നിങ്ങൾ എന്നെ വിളിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. 9605351230. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ എപ്പോഴും ആയിരിക്കും വാട്സപ്പ് ലൈവ് ആയിരിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഹരികൃഷ്ണൻ സാർ കഴിഞ്ഞൊരു കട്ടിന് പറഞ്ഞായിരുന്നു എങ്ങനെ നമ്മൾ ഫേസിനെ നോക്കി മേക്കപ്പ് ചെയ്യും, ഫേസിന് നോക്കി എങ്ങനെ ഹെയർ കട്ട് ചെയ്യും. തീരെ ഉള്ളില്ലാത്ത ആളുകളെ അയ്യോ ഈ മുടി എനിക്ക് വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിടുന്ന ആളുകളെ അവർക്ക് എന്തൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഹരികൃഷ്ണൻ ഹെയർ അക്കാഡമി ട്രിവാൻഡ്രത്തുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10, 15, 20 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറിയ കൂട്ടായ്മകളിൽ വർക്ക്ഷോപ്പുകൾ. അപ്പോൾ ഹരികൃഷ്ണൻ സാർ നിങ്ങളുടെ നമ്പർ തരും. ഹരികൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ ബ്യൂട്ടി മേഖലയിൽ ഒരു സബ്ജക്റ്റ് ഇല്ല. ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എങ്ങനെയാണ് ബ്യൂട്ടി മേഖലയിലെ സബ്ജക്റ്റ്? അപ്പോൾ ഓരോന്ന് വളരെ സിമ്പിളായിട്ട് ഓരോ ചാപ്റ്ററായിട്ട് എനിക്ക് തോന്നുന്നു തമിഴ്നാട് സർക്കാർ ചിലപ്പോൾ ഇത് അവരുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗവൺമെൻറ് നിങ്ങളുടെ ബുക്കിനെ അംഗീകരിക്കട്ടെ, ആ ഗവൺമെൻറ് അംഗീകരിച്ച് ഇതൊരു സിലബസായി മാറ്റിട്ടെ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് തങ്ങൾ ഈ ബുക്കിനെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് കസ്റ്റമറോട് എന്ത് പെരുമാറണം. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല അറിവുകൾ വാങ്ങിച്ച് ഹരികൃഷ്ണ ഹെയർ അക്കാഡമിയിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു 3 ദിവസമോ 4 ദിവസമൊക്കെ കോഴ്സ് താൽക്കാലികം പഠിച്ച് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം 6 മാസമൊക്കെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ബ്യൂട്ടി മേഖലയിൽ വലിയൊരു മാറ്റത്തിന് വരാൻ പോകുന്ന ബ്യൂട്ടീഷ്യൻസ് സിറ്റി കളക്ഷൻസിൻ്റെ കൂടെ ഏത് ബ്യൂട്ടി മേഖലയിലേക്ക് കടന്നു വരുന്നവരും ഞങ്ങൾ കൈപ്പിടിച്ചുയർത്തുന്നു. ആ കൈപ്പിടിച്ചുയർത്തുന്നവർക്ക് താങ്ങായിട്ട് സിറ്റി കളക്ഷൻസ് ഉണ്ടാവും, ഹരികൃഷ്ണൻ സാർ ഉണ്ടാവും, ഒരുപാട് ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബൈ സിറ്റി കളക്ഷൻ യൂട്യൂബ് കൊച്ചിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെയർ കട്ടുകൾ കാണാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ബൈ അൻലേട്ടൻ. താങ്ക് യു അൻലേട്ടൻ. എന്തായാലും നമ്മൾ പുതിയ ഇതിനകത്ത് നമ്മൾ പറഞ്ഞാൽ എൻ്റെ ബുക്കിനകത്തുള്ള ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ മനം നിറയെ അറിവേകൂ, മടി നിറയെ പണം നേടുന്നതാണ്. അതുപോലെയാണ് സിറ്റി കളക്ഷൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ അറിവേകൂ എങ്കിൽ അറിവ് നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാശാക്കി മാറ്റാൻ പറ്റും. കാശാക്കി മാറ്റുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കളറിങ് അറിയില്ല, ചോദിക്കൂ, കളറിങ് പറഞ്ഞു തരും.
നിങ്ങൾക്ക് ഹെയർ കട്ടിങ് അറിയില്ല, ഇതാ ഹെയർ കട്ടിങ് കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മേക്കപ്പ് അറിയില്ല, ഓരോ കാര്യങ്ങളും. അപ്പം അറിവാണ് നമ്മുടെ പണം. നമ്മുടെ ബ്യൂട്ടി പാർലർ പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവാണ്. ഈ അറിവ് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുക, അതിനെ കൂട്ടി കൊണ്ടുവരിക. നിങ്ങൾക്കും നല്ലൊരു ബ്യൂട്ടീഷ്യനാകാം, നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാം. അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുടി വന്ന് നമ്മുടെ പാർലറിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇടന്ന് കയറി ഓടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മുടി എല്ലാ മനുഷ്യൻ്റെ മനസ്സിനകത്ത് സുന്ദരിയാകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളെ പാർലർ തേടി വരുന്നത്. അപ്പോൾ നമ്മൾ മുഖത്തടിച്ചല്ലോ, അയ്യോ ഇതൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാറില്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ അതുപോലെ മാനസിക പ്രയാസം കൊണ്ടുവന്നെ. നമുക്ക് ചെയ്യാനുള്ള പണി എന്താണ്? ഇതിനകത്ത് ഹെയർ ഫില്ലിംഗ് പൗഡേഴ്സ് ഉപയോഗിക്കാം. നമുക്ക് ഈ മുടിയെ അയൺ ചെയ്ത് ചെറിയൊരു ഷേപ്പ് ചെയ്തതിന് ശേഷം അവർക്ക് അന്നത്തെ ഫംഗ്ഷൻ്റെ ദിവസം നിങ്ങൾ ഫംഗ്ഷൻ്റെ ദിവസം അവരെ സുന്ദരിയാക്കി വിടാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ചെയ്തു. നമുക്ക് അത് ശരിയാക്കി കൊടുക്കാം. എത്ര മുടി ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും നമുക്ക് ശരിയാക്കി കൊടുക്കാം. ആ മുടി ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ അന്നത്തെ ദിവസം നല്ല ഭംഗിയാക്കി മാറ്റുന്നത് പലതരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടും അല്ലാത്തതും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളും സിറ്റി കളക്ഷനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്തിടണം നിങ്ങളിങ്ങനെ വന്നാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഈ മുടി നമുക്ക് എങ്ങനെ ഭംഗിയാക്കാം? ഇപ്പോൾ നിങ്ങളതിൻ്റെ ബാക്കിലുള്ള മുടി നിങ്ങൾ കണ്ടു, മുടിക്ക് തിക്നെസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫില്ലിംഗ് ഫൈബർ പൗഡർ പോലത്തെ പൗഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അതുപോലെ മുടിക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇതിനെ അയൺ ചെയ്ത് നമുക്ക് വേണേൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് നല്ല ഭംഗിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. എല്ലാം ഒന്ന് ഇറഗുലറായിട്ട് ഇടുന്ന എൻഡിനെ ഒന്ന് റെഗുലറാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഹെയർ കട്ട്, ഒട്ടും കട്ട് കുറയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ. എൻഡ് മാത്രം ഒന്ന് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ എൻഡ് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ മുടിക്ക് നമുക്കൊരു വോളിയം തോന്നി. അതുകൊണ്ട് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയുക, നിങ്ങൾ മുടി വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മുടിക്ക് ഒരുപാട് പൊട്ടലുകളുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാ മാസവും എൻഡ് വശം മാത്രം ഒരു 4 ഇഞ്ചേലും വെട്ടി കുറച്ച് കൊടുത്താലും മാത്രമേ മുടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ചില മുടി അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മുടി താഴോട്ട് വളരില്ല. അതുകൊണ്ട് അവരോട് പറയുക, ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 4 ഇഞ്ച് വെട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ 1.5 ഇഞ്ച് വളരുമ്പോൾ 4 ഇഞ്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ 4 ഇഞ്ചിൻ്റെ മുകളിലുള്ള മുടി കൂടെ പിന്നെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് നോക്കുക, അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒന്നും ചെയ്യാതെ വെറുതെ ഒന്ന് ചുമ്മാ യു ഷേപ്പ് ചെയ്തോളൂ, നോക്കി. അപ്പോൾ മുടിക്കൊരു റെഗുലാരിറ്റി ഉണ്ടാകും. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് അയൺ ചെയ്ത്, ഈ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മൊത്തം മുടി അത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും അടിയിലുള്ള മുടിക്ക് കുറച്ച് വോളിയം തോന്നിക്കണം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അടി ഉള്ള ഈ ഭാഗത്ത് അയൺ ചെയ്താലും അതിനെ ഹെവി ആയിട്ട് അയൺ ചെയ്യാൻ പാടില്ല, ലൈറ്റായിട്ട് അയൺ ചെയ്ത് വിടാവുള്ളൂ. ഒട്ടും അയൺ ചെയ്തില്ല ഇതെല്ലാം അകത്തോട്ട് കയറിയിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് അയൺ ചെയ്ത് വിടുക. ബാക്കി മുകളിലുള്ള മുടി നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളങ്ങ് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള അടിയിലുള്ള മുടി ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് വിടുകയാണ്. അതിനാണ് ആ മുടി വിട്ടേക്കുന്നത്. ഇത് വളരെ ലൈറ്റായിട്ട് ചെറിയൊരു അയണി. നിങ്ങളെപ്പോഴും ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഷാമ്പു വാഷിങ് ചെയ്തതിന് ശേഷം ചെയ്യുക. ഷാമ്പു വാഷിങ് ഇങ്ങനെയുള്ള ഫംഗ്ഷനുള്ള ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പു വാഷിങ് ചെയ്ത് കണ്ടീഷന് അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. മൂസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുടിയിൽ നന്നായിട്ട് ലൈറ്റായിട്ട് ഒരുപാട് ഹെവി ആയി പോവുകയും ചെയ്യില്ല. മൂസ് ഒരുപാട് ഹെവി ആയി കഴിഞ്ഞാൽ സ്റ്റിഫായി പോവും. അതുകൊണ്ട് ലൈറ്റ് അടിക്കുക. അതിന് ശേഷം മൂസും ഒരു 2-3 ഡ്രോപ്സ് സിറം കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഹെയർ സിറം ലോറിയലിൻ്റെയോ എല്ലായുടെയോ അങ്ങനെയുള്ള നല്ല സിറം ഉപയോഗിക്കാം. ഇനി ഏത് സിറായാലും മതി. നമ്മുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനുള്ളത് മാത്രം. ഒരുപാട് ഹെവി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അംശം പോലെ അപ്പോൾ ഉള്ള മുടിക്കുള്ള വോളിയം കൂടി ഇല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആ മുകളിലത്തെ താഴത്തെ മുടി ജസ്റ്റ് അയൺ ചെയ്തിട്ടു. ഇനി മുകളിലുള്ള മുടിയെ നമ്മൾ ജസ്റ്റ് അതേപോലെ തന്നെ ഒന്ന് അയൺ ചെയ്യാം. ഈ സെൻറ്ററിലുള്ള മുടിയെല്ലാം നിങ്ങൾ മുകളിലോട്ട് അയൺ ചെയ്യുക. കുറച്ചുകൂടെ വോളിയം തോന്നിക്കാൻ വേണ്ടിയാണത്. രണ്ടത് ബെൻഡ് വരത്തില്ല സൈഡിൽ ചെയ്യുമ്പോൾ. ഇങ്ങനെ ചെയ്ത് അയൺ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ബെൻഡാകുമ്പോൾ ഈ കോർണിഷ് നമുക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ ആ കോർണിഷ് വളഞ്ഞു പോകും.
അതുകൊണ്ടാണ് മുകളിലോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഈ ഫ്രണ്ട് വശമൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരുപാട് ഫ്രിസി ആകാത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വിടുക, എന്നാലേ കാണാനൊരു ഭംഗിയുണ്ടാവുള്ളൂ. നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അയൺ ചെയ്യും, ഒരുപാട് ഹെവി ആയിട്ടുള്ള അയണിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഡ്രയർ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലത്തെ വലിയ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം അയൺ ചെയ്ത് കഴിഞ്ഞാലും ഫ്രണ്ട് വശത്തെ മുടിയിൽ ഈ ഫ്രിസിനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വലിയ ബ്രഷിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഐഡിയയുടെ പരസ്യം പോലെ ഒരു ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പറ്റും. അതിന് അടുത്ത പ്രാവശ്യത്ത് മഞ്ജു വാര്യരുടെ ഫ്രണ്ട് വെച്ചത് 4 മുടി ഇട്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. അത് സ്റ്റേജിന് ശേഷം പല സ്റ്റേജിൽ വരുമ്പോഴത്തേന് ഇതുപോലത്തെ അരപ്പാവാടയും ഈ പറഞ്ഞിരിക്കുന്ന ഹെയർ സ്റ്റൈലും തന്നെയാണ് കൂടുതലിനകത്ത് കാണുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ആൾക്കാർക്കും നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റിയെടുത്ത് നമുക്ക് ലൈഫ് വളരെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മൾ എപ്പോഴും ഓരോ ക്ലയൻസിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. നേരത്തെ നമ്മൾ വന്ന സമയത്തുള്ള മുടിയും ഇപ്പോഴത്തെ മുടിയും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ആ ഇരുന്ന മുടിയും ഇത് കൊടുക്കുക. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ പോകുമ്പോൾ ഒരാൾക്ക് ഒരു മേക്കപ്പ് ചെയ്യുന്നതും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും എല്ലാം എക്സ്പീരിയൻസ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഒരു കല്യാണം പോലെയുള്ള പരിപാടികൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ മുടിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിടാതെ നമ്മളിത് ജസ്റ്റ് കട്ട് ചെയ്തു. ഇത് നമ്മളിനി ഹെയർ ഫില്ലറൊന്നും ഉപയോഗിച്ചിട്ടില്ല, മൂസൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ നോർമൽ കട്ടിങ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മൂസും അതുപോലെ ഹെയർ ഫില്ലറൊക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 മണിക്കൂർ നേരത്തേക്ക് മുടി നല്ല ഭംഗിയായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മുടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മുടിയെ നിങ്ങൾക്ക് ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സിറ്റി കളക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് തരേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ തന്നെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ക്ലയൻസിന് ചെയ്ത് അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, മനസ്സിൽ ഓർമ്മിക്കുക ഇങ്ങനൊരു സാധനം സിറ്റി കളക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ആ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.